നിന്ന നിൽപ്പിൽ പ്രേക്ഷകരെ അത്ഭുതപ്പെടുത്തി അഭിനയത്തിന്റെ വ്യത്യസ്ത ഭാവങ്ങൾ അവതരിപ്പിച്ച വിജയരാഘവൻ. അതേ സ്കെയിലിൽ പകരം നൽകി ആസിഫ് അലിയും അപർണ ബാലമുരളിയും. ഇതുവരെ കണ്ടിട്ടില്ലാത്ത വേഷത്തിലും രൂപത്തിലും ജഗദീഷ്, ഇവരോടൊപ്പം അശോകനും. കിഷ്കിന്ധാകാന്ഡം പേരുപോലെ അത്ഭുതപ്പെടുത്തും ഈ സിനിമ. നിഗൂഢതയും വന്യതയും നിഴലിക്കുന്ന വനത്തിന്റെ ഇരുൾ വഴികൾ പോലെ കെട്ടുപിണഞ്ഞു കിടക്കുന്ന മനുഷ്യ മനസ്സിന്റെ ഉണ്മ തേടിയുള്ള 3 മനുഷ്യരുടെ യാത്രയാണ് കിഷ്കിന്ധാകാന്ഡം. കക്ഷി അമ്മിണിപ്പിള്ളை എന്ന പേരുകൊണ്ടും പ്രമേയം കൊണ്ടും വ്യത്യസ്തമായ ആദ്യ സിനിമ പോലെ വീണ്ടും വിസ്മയിപ്പിക്കുകയാണ് ദിൻജിത്ത് അയ്യത്താൻ. കൂടെ എഴുത്തുകാരനും ക്യാമറാമാനുമായി ബാഹുൽ രമേശും. ശ്വാസം പിടിച്ചിരുന്നു പോകുന്ന രണ്ടാം പകുതി അവസാനിച്ച് ടൈറ്റിൽ തെളിയുമ്പോൾ കാഴ്ചക്കാരൻ അറിയാതെ കൈയടിച്ചു പോയിട്ടുണ്ടെങ്കിൽ അത് മേക്കിങ്ങിന്റെ മികവ്. ദീർഘനിശ്വാസമോ ആശ്വാസമോ പ്രകടിപ്പിച്ചല്ലാതെ ഒരു പ്രേക്ഷകനും തിയേറ്ററിൽ നിന്ന് പുറത്തേക്കിറങ്ങില്ല. രാമായണത്തിലെ കിഷ്കിന്ധയുമായി സിനിമയ്ക്കുള്ള ആകബന്ധം കുറച്ച് കുരങ്ങന്മാരുണ്ടെന്നതാണ്. മനുഷ്യരെ പോലെ ഈ കുരങ്ങുകളും തകർത്തഭിനയിച്ചിട്ടുണ്ട്. പ്രമേയം കൊണ്ടും ആഖ്യാനം കൊണ്ടും കാഴ്ചപ്പാടുകൊണ്ടും നിർമ്മാണ രീതി കൊണ്ടുമെല്ലാം അത്ഭുതപ്പെടുത്തുകയും ഉയരങ്ങളിലേക്ക് സഞ്ചരിക്കുകയും ചെയ്യുന്ന മലയാള സിനിമയ്ക്ക് ഒരു സംഭാവന കൂടി നൽകുകയാണ് കിഷ്കിന്ധാകാന്ഡം. ലെവൽ ക്രോസും അഡിയോസ് അമീഗോയും കടന്ന് തന്റെ അഭിനയ ജീവിതത്തിലെ മറ്റൊരു മനോഹരമായ കഥാപാത്രത്തെ കൂടി ആസിഫ് അലി പ്രേക്ഷകർക്ക് സമ്മാനിക്കുന്നു. അയാൾ തന്റെ കഥാപാത്രങ്ങളിലൂടെ കരിയർ ഉയർത്തുകയാണ്. തനിക്കു തന്നെ പിടികിട്ടാത്ത വിജയരാഘവൻ കഥാപാത്രം അപ്പുപിള്ളയെപ്പോലെ സിനിമയും ആദ്യഘട്ടത്തിലൊന്നും പ്രേക്ഷകർക്ക് ഒരു പിടിയും കൊടുക്കുന്നില്ല. പതിഞ്ഞ താളത്തിലാണെങ്കിലും കിഷ്കിന്ധയിലൂടെ പ്രേക്ഷകരെ കൂടെ കൊണ്ടുപോകുന്നുണ്ട്. പ്രേക്ഷകർക്കെന്ന പോലെ കഥാപാത്രങ്ങൾക്കും നടക്കുന്നതെന്താണെന്ന് അറിയുന്നില്ലെന്ന് തോന്നും. പട്ടാളത്തിൽ നിന്നും വിരമിച്ചെത്തിയ അച്ഛനും അയാളുടെ മക്കളും രണ്ടാമൻ അജയ് ചന്ദ്രനുമുള്ള വീട്ടിലേക്ക് വിവാഹം കഴിച്ചെത്തുന്ന അപർണ ബാലമുരളിയുടെ അപർണ എന്ന കഥാപാത്രത്തിലൂടെയാണ് സംവിധായകൻ പ്രേക്ഷകനെ കൊണ്ടുപോകുന്നത്. ചുറ്റും മരങ്ങളുമായി വലിയ പറമ്പിൽ ഒറ്റയ്ക്ക് നിൽക്കുന്ന ആ വീടിന്റെ അതിരിനപ്പുറം റിസർവ് ഫോറസ്റ്റാണ്. അപ്പുപിള്ളയുടെ മകൻ വനംവകുപ്പിൽ ജീവനക്കാരനാണ്. അപ്പുപിള്ളയുടെ കടുംപിടുത്തവും സ്വഭാവവുമാണ് മൂത്ത മകനെ അയാളിൽ നിന്ന് അകറ്റിയത്. എങ്കിലും ചേട്ടനും അനിയനും നല്ല ബന്ധമാണ്. അപർണ എത്തിയപ്പോൾ അവളും ഭർത്തൃ സഹോദരനോട് മികച്ച ബന്ധം സൂക്ഷിക്കുന്നു. കല്യാണം കഴിച്ചെത്തിയ വീട്ടിലേക്ക് 2 ആഴ്ചത്തേക്ക് ടൂറിനെത്തിയതല്ലെന്ന ബോധ്യമുള്ളതിനാൽ അപർണ അവിടെ ചുറ്റിപ്പറ്റിയുള്ള ദുരൂഹതയുടെ മറ നീക്കാൻ ഷെർലക് ഹോംസ് കളിക്കുന്നുണ്ട്. ആ കളിയിലാണ് പ്രേക്ഷകൻ വീണുപോകുന്നതെങ്കിലും ഇപ്പുറത്ത് വേറെ കളികൾ കാഴ്ചക്കാർക്കായി എഴുത്തുകാരനും സംവിധായകനും ഒരുക്കിവെച്ചിട്ടുണ്ട്. ആദ്യ വിവാഹത്തിലെ ഭാര്യ ക്യാൻസർ ബാധിച്ചു മരിക്കുകയും 7 വയസ്സുകാരൻ മകനെ ദുരൂഹ സാഹചര്യത്തിൽ കാണാതാവുകയും ചെയ്തതാണ് ആ വീടിനെ ചുറ്റിപ്പറ്റിയുള്ള ദുരൂഹത. മകനെ തേടി അയാളും ആദ്യ ഭാര്യയുടെ സഹോദരനും പോകാത്ത ഇടങ്ങളില്ല. അയാൾ ഇപ്പോഴും അവനെ അന്വേഷിക്കുന്നുണ്ട്. കൂടെ രണ്ടാം ഭാര്യ അപർണയും ചേരുന്നു. പട്ടാളക്കാരനായ അച്ഛൻ അപ്പുപിള്ള ഓർമ്മയുടെയും മറവിയുടെയും ഇടയ്ക്കുള്ള അവസ്ഥയിലൂടെയാണ് കടന്നു പോകുന്നതെങ്കിലും അയാൾ അത് ഒരിക്കലും സമ്മതിക്കുന്നില്ല. തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ ലൈസൻസ് ഉള്ള തോക്കുകൾ സറണ്ടർ ചെയ്യണമെന്ന് അറിയിപ്പ് കിട്ടിയപ്പോഴാണ് അച്ഛൻ്റെ തോക്ക് കാണാനില്ലെന്ന് വീട്ടിൽ തിരിച്ചറിയുന്നത്. ഇതുണ്ടാക്കുന്ന പുകിൽ ചെറുതൊന്നുമല്ല. പ്രേക്ഷകർക്ക് മുമ്പിലേക്ക് പുതിയ വഴി വെട്ടിയെത്തുകയാണ് കിഷ്കിന്ധാകാന്ഡം. വയനാട് കണ്ണൂർ ജില്ലയുടെ അതിർത്തി ഗ്രാമത്തിലാണ് കഥ നടക്കുന്നത്. അതുകൊണ്ട് തന്നെ കഥാപരിസരത്ത് വനംവകുപ്പും പോലീസ് വകുപ്പും തണ്ടർബോൾട്ടും റിട്ടയേർഡ് പട്ടാളക്കാരും നക്സൽ പ്രവർത്തനങ്ങളുമെല്ലാം ചേർത്താണ് കഥയൊരുക്കിയിരിക്കുന്നത്. എന്നാൽ ഇവരിലേക്കൊന്നും കഥ വല്ലാതെ ചായുന്നുമില്ല. ഒരു വലിയ വീടും അതിൻ്റെ പരിസരങ്ങളെയും അവിടുത്തെ ജീവിതങ്ങളെയും ചുറ്റി മരങ്ങളിലെ താമസക്കാരായ കുരങ്ങന്മാരെ പോലെ സിനിമയും ഒരു കൊമ്പിൽ നിന്ന് അടുത്ത കൊമ്പിലേക്ക് ചാടുന്നു. ഓർമ്മയ്ക്കും മറവിക്കുമിടയിലെ റിട്ടയേർഡ് പട്ടാളക്കാരൻ്റെ വേഷത്തിൽ വിജയരാഘവൻ നടത്തുന്ന പ്രകടനം സിനിമയെ മറ്റൊരു തലത്തിൽ എത്തിക്കുന്നുണ്ട്. തനിക്ക് ആവശ്യമുള്ളത് ഓർക്കാനും വേണ്ടാത്തത് മറക്കാനുമുള്ള സൗകര്യത്തിൽ അയാൾ ജീവിച്ചു പോകുമ്പോൾ അനുസരണയുള്ള മകനായി ആസിഫ് അലിയും പ്രേക്ഷക ഹൃദയം കീഴടക്കും. അജയ് ചന്ദ്രൻ്റെ ഉള്ളിലുള്ള വിങ്ങലുകൾ മുഴുവൻ ആസിഫ് അലി തൻ്റെ മുഖത്ത് വരച്ചു ചേർത്തിട്ടുണ്ട് എല്ലാ സമയത്തും. ബോംബുണ്ടാക്കവേ പൊട്ടിത്തെറിച്ച് കൈകൾക്ക് പരിക്കേറ്റ വനംവകുപ്പ് വാച്ചറായി ജഗദീഷ് വളരെ വ്യത്യസ്തമായ വേഷമാണ് കിഷ്കിന്ധാകാന്ഡത്തിൽ കൈകാര്യം ചെയ്തിരിക്കുന്നത്. അയാൾ ഒരു പഴയ നക്സലൈറ്റ് പ്രവർത്തകൻ കൂടെയാണ്. സിനിമ സഞ്ചരിക്കുന്ന വഴികൾ പ്രേക്ഷകർക്ക് അത്ര പരിചിതമായിരിക്കണമെന്നില്ല. എന്നാൽ തപ്പിത്തടയാതെ ദിൻജിത്തിനും ബാഹുൽ രമേശിനുമൊപ്പം വിജയരാഘവന്റെയും ആസിഫ് അലിയുടെയും അപർണയുടെയും കൂടെ പ്രേക്ഷകരും സഞ്ചരിക്കും. തിരുനെല്ലിയിലാണ് തങ്ങളുള്ളതെന്ന് പ്രേക്ഷകനും കരുതും. സിനിമയ്ക്കൊപ്പം സഞ്ചരിക്കുകയാണ് മുജീദ് മജീദിന്റെ സംഗീതം. എഡിറ്റർ സൂരജ് ESന് ദൃശ്യങ്ങളെ ചേർത്ത് വെച്ച് കാഴ്ചക്കാരനെ അനുഭവിപ്പിക്കാൻ സാധിച്ചിരിക്കുന്നു. തിരക്കഥാരചയിതാവാണ് ക്യാമറാമാൻ എന്നത് സിനിമയ്ക്ക് ഏറെ ഗുണം ചെയ്തിട്ടുണ്ട്. തങ്ങളുടെ മനസ്സിലുള്ള കാഴ്ചകൾ ക്യാമറാമാനും സംവിധായകനും പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നതിൽ വിജയിക്കുന്നത് ഈ കാരണം കൊണ്ടുകൂടിയാണ്.
ഈ സിനിമയിൽ പ്രേക്ഷകരെ അത്ഭുതപ്പെടുത്തുന്ന മറ്റൊരു കാര്യം കൂടിയുണ്ട്. ഇന്ത്യയുടെ വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിലെ നാടോടിപ്പാട്ടിനെ കഥാപാത്രങ്ങളുടെ മുൻകാല ജീവിത പരിസരങ്ങളുമായി മനോഹരമായി ബന്ധിപ്പിച്ചിരിക്കുന്നു. വരികളോ അർത്ഥമോ മനസ്സിലാകില്ലെങ്കിലും ദൂരെ കേൾക്കുന്ന ഈ പാട്ട് ആസ്വദിക്കാൻ മലയാളികൾക്ക് സാധിക്കും. ഗുഡ്വിൽ എന്റർടൈൻമെന്റ്സിന്റെ ബാനറിൽ ജോബി ജോർജ് തരത്തിലാണ് കിഷ്കിന്ധാകാന്ഡം നിർമ്മിച്ചിരിക്കുന്നത്. സമകാലിക മലയാള ചലച്ചിത്രത്തിലെ എണ്ണപ്പെട്ട ക്ലാസിക് ത്രില്ലർ ചിത്രങ്ങളുടെ പട്ടികയിൽ കാലങ്ങൾക്കു ശേഷവും നിലനിൽക്കാൻ സാധിക്കുന്ന പേരായി കിഷ്കിന്ധാകാന്ഡം മാറും എന്നതിൽ സംശയമില്ല.